Hello guys, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാ 360 X3യുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ എടുത്തതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ് ഇൻസ്റ്റാ 360. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ 3 മാസമായിട്ട് ഈ ഇൻസ്റ്റാ 360 ഉപയോഗിക്കുന്നു. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലെന്തോരം ക്ലാരിറ്റി ഉണ്ട്, എത്ര അടിപൊളിയാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും. എല്ലാ വീഡിയോയും ഞാനിത് എടുത്തേക്കുന്നതെല്ലാം ഇൻസ്റ്റാ 360യിലാണ്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ബോക്സ് ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നോക്കാം. എനിക്ക് കിട്ടിയത് ഒന്ന് ഇൻസ്റ്റാ 360യുടെ പൗച്ച്, ഒരു കേബിള്, ചാർജ് ചെയ്യാനുള്ള ഒരു കേബിള്, പിന്നെ നമ്മുടെ ക്യാമറ അത്യാവശ്യം ഇച്ചിരി വെയിറ്റൊക്കെ ഉള്ളതാണ്, എന്നാലും കൊള്ളാം, കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഇതൊരു 360 ക്യാമറയാണ്. സിംഗിൾ മോഡലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് 4K തന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. ബാക്കിയെല്ലാ ക്യാമറയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയും കൂടിയാണ് ഇൻസ്റ്റാ 360. ഈ പൗച്ചും ഈ കേബിളും ഈ ക്യാമറയും മാത്രമേ ഇതിൽ തരുള്ളൂ. പിന്നെ ഒരു ചെറിയ മെമ്മറി കാർഡും ഉണ്ടാവും, ഒരു 46 GB. അത് ഞാൻ ഓൾറെഡി ഇതിൽ നിന്നെടുത്ത് മാറ്റിയായിരുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് 250 GB ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ചാർജർ കൂട്ടാനുള്ള സ്പോട്ട് ഓപ്പൺ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അമർത്തുക, അപ്പോൾ തന്നെ ഓൾറെഡി ലോക്ക് ആയിക്കോളും. പിന്നെ ഈ കാണുന്നതാണ് ഇൻസ്റ്റാ 360 X3യുടെ മൈക്ക് അഡാപ്റ്ററാണ്. ഇത് കുത്തനെയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് വേണം കുത്തനായിട്ട്. നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഊരിയെടുത്ത സ്പോട്ടില്ലേ, അതിൽ കൂടി തന്നെയാണ് നമുക്കും ഈ മൈക്ക് അഡാപ്റ്റർ കുത്താനായിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി തിരിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മാത്രം മതി. മൈക്ക് അഡാപ്റ്റർ കണക്റ്റായി. ഇനി അതിൻ്റെ ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് മൈക്ക് ഏതാണെന്ന് വെച്ചാൽ അത് കുത്തുകയും ചെയ്യാം. മൈക്ക് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ കിട്ടില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. 2000 രൂപ 4000 രൂപ ആ റേഞ്ചിലുണ്ട് ഈ മൈക്ക് അഡാപ്റ്ററിൻ്റെ പൈസ. അത്രയും ആകും. ഇതിൻ്റെ എല്ലാത്തിനും നല്ല എക്സ്പെൻസീവാണ്. എന്നാലും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഭയങ്കര വാല്യുബിളാണ് ഈ ഇൻസ്റ്റാ 360 X3. ഇത് നോക്കുക, അടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കറക്റ്റ് ലോക്കായിട്ടുണ്ടെന്ന് നോക്കണം. കാരണം വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ വരുന്നതാണ് ഇതിൻ്റെ പവർ ബട്ടണും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടണാക്കാം. തൊട്ടിപ്പുറത്ത് കാണുന്നത് ബാറ്ററിയുടെ ഇതും പിന്നെ ചാർജ് ചെയ്യുന്ന സോട്ടുമാണ് ആ കാണുന്നത്. ഇൻസ്റ്റാ 360 X3യിൽ 2 മോഡലിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഡ്യുവൽ മോഡലും ഒന്ന് സിംഗിൾ മോഡലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡ്യുവൽ മോഡ് ഉപയോഗിച്ചാണ് നമ്മൾ 360 വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പിന്നെ സിംഗിൾ മോഡലിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വീഡിയോസും എടുക്കാൻ പറ്റും. അത് 4Kയിലായിരിക്കും റെക്കോർഡിങ്. മറ്റേത് ഡ്യുവൽ മോഡാണെങ്കിൽ 5.7Kയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഫോട്ടോൻ്റെ മെഗാ പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 മെഗാ പിക്സലിലാണ് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. ഇതിനല്ലാതെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് വേറൊരു സോട്ടും കൂടി കിട്ടും. അത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. 3 സോട്ടുള്ള ബാറ്ററി വെക്കാൻ പറ്റുന്ന 3 ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ 2 ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊക്കെയുള്ള ചാർജിങ് ഹബ്ബുകളൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ. 33 ഫീറ്റാണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫായിട്ട് അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. നമുക്ക് ഇനി ക്യാമറയും മൊബൈലും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നോക്കാം ആപ്പായിട്ട്. അതിൽ ഇൻസ്റ്റാ 360 എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് iOSലും അവൈലബിൾ ആണ്. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാ360 ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ എഗ്രിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് നമ്മൾ വായിച്ചിട്ട് എഗ്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ കാണിക്കുന്നത് സ്റ്റോറേജ്, ലൊക്കേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതെല്ലാം നമ്മൾ ഓക്കെ കൊടുത്ത് അലോ കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ചോദ്യം, നമുക്ക് ക്യാമറ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുണ്ടെങ്കിൽ എസ് കൊടുത്ത് കണക്ട് ചെയ്യുക. ഇനി ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇതായിട്ട് കണക്റ്റ് ആക്കുക. അതിൽ ആദ്യം ചോദിക്കുന്നത് തന്നെ ക്യാമറ ഉണ്ടോ എന്നാണ്. അത് എസ് കൊടുത്ത് കഴിഞ്ഞ് ഓൾറെഡി ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കും. വൈഫൈ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക. അതൊക്കെ ഓക്കെ കൊടുക്കാം. പിന്നെ ഇത് സെർച്ച് ചെയ്യുമ്പോൾ ക്യാമറ പരിസരത്തുണ്ടെങ്കിൽ അതുമായിട്ട് കണക്റ്റ് ആകും. ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. അതൊന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി കണക്റ്റ് ആകും. എൻ്റെ നേരത്തെ കണക്റ്റ് ആക്കിയിട്ടുള്ളത് കൊണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആയത്. പിന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ എടുത്ത വീഡിയോസും ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. ജസ്റ്റ് നോക്കാം. ഞാൻ നേരത്തെ എടുത്ത വീഡിയോസൊക്കെയാണ് ഇതെല്ലാം. ഞാൻ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് നേരത്തെ എടുത്ത അവരുടെയിലുള്ള പല ടൈപ്പിൽ ഇൻസ്റ്റാ360 എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ പൊക്കത്ത് ക്യാമറകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻസ്റ്റാ360 പല ടൈപ്പിൽ. അതിൽ സെലക്ട് ചെയ്താൽ അതിൻ്റെ രീതിയിൽ എടുത്തേക്കുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാനെടുത്ത വീഡിയോസൊക്കെയാണ് ഇതെല്ലാം. ഇതിൽ HDR നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും, 360 എടുക്കാൻ പറ്റും, സിംഗിൾ ലെൻസിൽ എടുക്കാൻ പറ്റും. ഓരോരോ ഇതായിട്ട് കിടക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തത് കാണിച്ചു തരാം. ജസ്റ്റ് 360 എടുത്ത ഒരു ഫോട്ടോ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഏത് ഷോട്ട് വേണോ അത് അങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് നമുക്ക് വേണ്ട ഷോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തെടുക്കാം. വേണ്ട ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. ആ ക്യാമറയുടെ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് അത് കാണാൻ സാധിക്കും. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്താണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. മൊബൈലിൽ ഏത് ക്വാളിറ്റിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതെല്ലാം ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എടുത്തു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പല ടൈപ്പിലുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു വീഡിയോ എടുത്തിട്ട് കറക്റ്റായിട്ട് ഈ കാണുന്ന പല ടൈപ്പിലുള്ള വീഡിയോ അതുപോലെ ആക്കാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. ഇതിൽ പല ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ ഇടാനും ഇൻസ്റ്റയിലൊക്കെ ഇടാനും ഇതേ ടൈപ്പിലുള്ള കുറേ വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. ഞാനെടുത്ത് ഇൻസ്റ്റാ360 X3 എടുത്ത വീഡിയോ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വരും. ഇപ്പോൾ ഏത് ഇത് വെച്ച് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോ ആക്കാൻ. അത് ഇതിൽ കാണിച്ചു തരും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഓൾറെഡി സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്കതൊന്ന് നോക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇതിൽ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൽ വീഡിയോ സെറ്റായി നമുക്ക് ഔട്ട്പുട്ട് തരും. ഈ കാണുന്നതാണ് വീഡിയോ. ആ നേരത്തെ കണ്ട അതേ ടൈപ്പിൽ അത് ക്രിയേറ്റ് ചെയ്ത് ഔട്ട്പുട്ടാക്കി തരും നമുക്ക്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രം നോക്കുക ക്വാളിറ്റി അതിൽ കാണിച്ചിട്ടുണ്ടാകും. അതിൽ 2 ഓപ്ഷനായിട്ട് ഇതിലിപ്പോൾ നേരിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പിന്നെ കസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ടാകും. കസ്റ്റം കൊടുത്തിട്ട് ഏത് റെസൊല്യൂഷനുള്ള വീഡിയോ വേണം എന്നൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ ഇതിൽ സാധിക്കും. നേരെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ടാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ അത് കാണാൻ സാധിക്കും. ഓൾറെഡി വന്നു കഴിഞ്ഞ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് കാണാം. അതേ കിഡിലും ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടുകയും ചെയ്യും.
ഇതിൽ പിന്നെ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതിൽ അവർ മ്യൂസിക്കിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതിലും ഇവരുടെ മ്യൂസിക് യൂസ് ചെയ്യരുത്. അതായത് യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നമുക്ക് ഇടാം, ഫേസ്ബുക്കിലൊക്കെ ഇടാം, അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ യൂട്യൂബ് അങ്ങനെ കാശുള്ള ഇതിലോട്ട് ഇടുമ്പോൾ അത് കോപ്പിറൈറ്റ് കിട്ടും എന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മളെടുത്ത വീഡിയോ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അത് എത്ര മിനിറ്റിൻ്റെ വേണമെന്ന് വെച്ചാൽ അതിൽ ഇത് കാണിക്കും. ഇത് റെക്കമെൻഡ് ചെയ്ത ആ ഇതിലാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ രീതിയിൽ നല്ല കിടിലൻ ക്വാളിറ്റി നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇൻസ്റ്റാ360യുടെ ആപ്പ് റെഡിയാക്കി തരും. അതിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ചെറിയ ചെറിയ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാനും സാധിക്കും. അത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമുക്കിനി ക്യാമറ ഒന്ന് നോക്കാം. ക്യാമറയിൽ ഫസ്റ്റ് തന്നെ ഏത് റെസൊല്യൂഷനിലാണ് ഷൂട്ട് ചെയ്യേണ്ടത് അതെല്ലാം ആദ്യം കാണിക്കും. 5.7Kയിൽ 30 ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 4Kയിൽ 60 ഫ്രെയിം റേറ്റിലും 3Kയിൽ 100 ഫ്രെയിം റേറ്റിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വിഷ്വലൊക്കെ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നത് തന്നെ വോളിയം ബട്ടറാണ്. അത് ഏതാണെന്ന് വെച്ചാൽ ഹൈ ആണെങ്കിൽ ഹൈ, മീഡിയം ആണെങ്കിൽ മീഡിയം, ലോ ആണെങ്കിൽ ലോ. അത് നമുക്ക് സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മീഡിയം ആണ്. പിന്നെ അടുത്തത് കാണുന്നത് ഇൻഡിക്കേറ്ററാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ അടിയിലായിട്ടൊരു ലൈറ്റ് കത്തും. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റിലും അല്ലാത്തപ്പോൾ ഒരു ബ്ലൂ ലൈറ്റിലും ആയിരിക്കും അത് കത്തിയിരിക്കും. പിന്നെ ഉള്ളത് വിൻഡ് നമുക്ക് വിൻഡ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഉള്ളത് വൈബ്രേറ്ററാണ്. നമുക്ക് വൈബ്രേറ്റർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ ക്വിക്ക് ക്യാപ്ചറാണ്, പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ഐപോഡായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ്. നമുക്ക് ആപ്പിളിൻ്റെ ഐപോഡ് ഉണ്ടെങ്കിൽ അതായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രീ റെക്കോർഡിംഗ് ആണ്. അതും നമുക്ക് 15 സെക്കൻഡും 30 സെക്കൻഡായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ LCD ഡിസ്പ്ലേ ആണ് കേട്ടോ ഇതിൻ്റെ, അത് പറയാൻ വിട്ടുപോയായിരുന്നു. പിന്നെ ഉള്ളത് ബ്ലൂടൂത്ത് കണക്ഷൻ അത്. പിന്നെ അടുത്ത വരുന്നത് കേസ്, നമുക്കൊരു കേസ് വെച്ചിട്ടുള്ള അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെയാണ് അത്. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ യൂസ് ചെയ്യേണ്ട ഒരു കവറുണ്ട് ഈ ക്യാമറയ്ക്കുള്ള, അത് യൂസ് ചെയ്യുമ്പോഴുള്ള ഇതൊക്കെയാണ് അത്. ലോക്കായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് തന്നെ, മറ്റേ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ ഒരു കേസ് ഉണ്ട്, അതിന് യൂസ് ചെയ്യുമ്പോഴുള്ള മോഡാണ് അതൊക്കെ. ഇനിയുള്ളത് സെറ്റിങ്സാണ്. സെറ്റിങ്സിൽ ആദ്യം ക്യാമറയുടെ ഇൻഫോ ആണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ USB മോഡ്, വൈഫൈ സെറ്റിങ്സ്, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ വോയിസ് കൺട്രോൾ വെച്ച് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻറ്റി ഫ്ലിക്കർ, പിന്നെ വീഡിയോ ബിറ്റ് റേറ്റ് അത് ഞാൻ ഹൈ ആയിട്ട്, നമുക്കത് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറക്കാം. പിന്നെ ഷാർപ്പ്നെസ്, എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ളത്, മൈക്കും അവിടെ കണക്ട് ചെയ്യാനുള്ളത്. ഓട്ടോ പവർ ഓഫ് അതൊക്കെ ഓൾറെഡി അറിയാമല്ലോ. ഓട്ടോ സ്ലീപ്പിംഗ് മോഡ് എത്ര മിനിറ്റ് എന്ന് വെച്ചാൽ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓഫ് ആയിക്കോളും. ലാംഗ്വേജ്, പിന്നെ SD കാർഡിൻ്റെ എത്ര യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ കസ്റ്റമൈസ്ഡ് ബട്ടൺ, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഡൈവ് കേസ്, അത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത്രയൊക്കെയുള്ള ഇതിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങളെല്ലാം. ഇനി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഇതിൽ കാണിക്കുന്നതായിരിക്കും. മൈക്കിൻ്റെ ഇതും അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് മാനുവലിൽ നമുക്ക് ISO ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, ഓട്ടോ ഇതിലും ഇടാൻ പറ്റും. അതായിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്, അതെല്ലാം നോക്കിയാൽ കാണാം. അതെല്ലാം 360 ക്യാമറയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ Insta360 X3യിൽ
നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആക്കാം. ഇനി അടുത്ത വീഡിയോയിൽ വീഡിയോയുടെ ക്ലാരിറ്റിയും വീഡിയോ കാര്യങ്ങളും എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.